ഭയങ്കര വണ്ണം വലിയൊരു ഇഷ്യൂ ആണ്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുണ്ടാക്കും, പ്രമേഹം ഉണ്ടാക്കും, പ്രഷർ ഉണ്ടാകും, ഹൃദയാഘാതമൊക്കെ ഉണ്ടാക്കും. അമിത വണ്ണമുള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ റിസ്ക്കുകളും വരും. അപ്പോൾ അതിന് പറ്റിയൊരു സർജറി നമുക്കറിയാം, ബാരിയാട്രിക് സർജറി എന്നറിയാം. അത് നമ്മൾ സർജറി ആയിട്ട് ചെയ്യണം. പക്ഷേ ഇപ്പോൾ സർജറി ഇല്ലാതെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കാൻ സഹായിക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. അതിനുപയോഗിക്കുന്ന ഒരു സംഭവമാണ് അലൂറിയൻ ഗ്യാസ്ട്രിക് ബലൂൺ എന്ന് പറയും. നമ്മളെ ശരീരത്തെ വെട്ടിമുറിക്കാതെ, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു സംഭവവും ചെയ്യാതെ എങ്ങനെയാണ് ഈ അലൂറിയൻ ഗ്യാസ്ട്രിക് ബലൂൺ വെയിറ്റ് കുറക്കുന്നതെന്ന് പഠിക്കുക അല്ലേ. നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് 27 കൂടിയ ആൾക്കാർക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പം പറഞ്ഞാൽ അത്യാവശ്യം വണ്ണമുള്ള ആൾക്കാർക്ക്, 25-ന് മേലാണെങ്കിൽ അമിത വണ്ണാണല്ലോ, 27 കൂടിയ ആൾക്കാർക്കാണ് ഈ അലൂറിയൻ ഗ്യാസ്ട്രിക് ബലൂൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ണം കുറക്കുന്നത്. ഇതിൽ ഒരു ടാബ്ലറ്റ് വിഴുങ്ങാൻ കൊടുക്കുകയാണ്. ആ ടാബ്ലറ്റിൻ്റെ ഉള്ളിൽ ഒരു ബലൂണും വീർത്ത് വരാൻ പറ്റുന്നൊരു ബലൂണും ഒരു കത്തീറ്ററും അടക്കിയിട്ടുണ്ട്. ഈ ബലൂണ് 16 ആഴ്ചയോളം ആ വയറ്റിലവിടെ കിടക്കും. 16 ആഴ്ചയോടെ അവിടെ കിടക്കുമ്പോഴേക്ക് നമ്മളൊരു ഭക്ഷണ രീതി നമ്മൾ ശീലമാക്കിയിട്ടുണ്ടാവും. 16 ആഴ്ച അവിടെ കിടക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവുകയും 16 ആഴ്ച അത് നമ്മൾ ഹാബിറ്റായി മാറുകയും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്ക് ഈ ബലൂണ് നേച്ചുറലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിനുള്ളിൽ നിന്ന് പൊട്ടിയിട്ട് അത് നമ്മുടെ ശരീരത്തിലൂടെ അങ്ങ് പോകും. അത് നമ്മുടെ ശരീരത്തിന് ഒരു അപകടവും ഉണ്ടാക്കില്ല. പിന്നെ ഈ ഒരു വീർത്ത് കിടക്കുന്ന സലൈൻ നിറഞ്ഞ ഈ ബലൂണ് അത് ആ വയറിൽ കിടക്കുകയും അത് നിങ്ങളെ വയറ് ഫുള്ളായി എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്യും. കാരണം ഇത് വയറ്റിലവിടെ കിടക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കുറയും എന്നുള്ളതാണ്. തീർച്ചയായും ഈ ഒരു ബലൂൺ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ അതിനനുസരിച്ചുള്ള ഒരു ഫുഡ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിലുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ഇത് നിങ്ങൾക്ക് തരുമ്പം തന്നെ അതിനനുസരിച്ചുള്ളൊരു ഇൻസ്ട്രക്ഷൻസും തരും. അപ്പം ആ ഒരു മെത്തേഡിലൂടെ നമുക്ക് വണ്ണം കുറക്കാവുന്നതാണ്.